ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം തുടർച്ചയായിട്ട് റോമാലേഖനത്തിൽ നിന്ന് പഠിച്ചു വരികയാണല്ലോ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാനായിട്ട് കടന്നു വന്ന ഓരോരുത്തരെയും ഓർത്ത് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. സ്വർഗത്തിലെ ദൈവം നിത്യതയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കൃപയ്ക്കൊത്തവണ്ണം പ്രതിഫലം തരട്ടെ. നമ്മൾ 6, 7, 8 അധ്യായങ്ങളിൽ നിന്നാണ് പഠിച്ചു വരുന്നത്. ഈ അധ്യായങ്ങളിൽ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് അപ്പസ്തോലൻ നമ്മളോട് പറയുന്നത്. വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ആഴത്തിൽ ചിന്തിച്ചു വരികയായിരുന്നല്ലോ. 1-2 ആഴ്ചയായി നമ്മൾ വിശുദ്ധീകരണം എന്ന ആ ടോപ്പിക്കിൽ തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, വിശുദ്ധീകരണത്തിന് 3 തലങ്ങളുണ്ട്. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, പ്രാക്ടിക്കൽ ആൻഡ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ, പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. ഈ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷനിലേക്ക് എത്താൻ നാം എങ്ങനെയാണ് കർത്താവിൻ്റെ കൃപയിലും വചനത്തിലും ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നെല്ലാം നമ്മൾ ഈ 6, 7, 8 അധ്യായങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഇതിനിടയിൽ നാം വിട്ടുപോകുന്ന ആ ജീവിത രീതിയിലേക്ക് മടങ്ങിപ്പോയാൽ ഇതെങ്ങനെ ഈ വിശുദ്ധീകരണം എന്ന ആ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ ന്യൂട്രലായി പോകും, ക്യാൻസലായി പോകും എന്നാണ് 7-ാം അധ്യായത്തിൽ നാം കാണുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ആ ഭാഗമൊക്കെ നമുക്ക് വിശദമായിട്ട് ദൈവം അനുവദിച്ചാൽ അടുത്തു വരുന്ന ആഴ്ചകളിൽ നമുക്ക് ചിന്തിക്കാം. ഇതിൽ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ നാം കാണുന്നത്. ഹല്ലേലൂയ. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, യഥാസ്ഥാനപ്പെടുത്തുക. എൻ്റെ വിശുദ്ധിയിൽ ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എപ്രകാരമാണ് ദൈവം എനിക്ക് യഥാസ്ഥാനം നൽകുന്നത്? എന്നെ ക്രമപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ആദ്യത്തെ 10 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ആ വാക്യം നമുക്കൊന്ന് വായിച്ച്, ദൈവവചനം വായിക്കുന്നത് വളരെ പ്രയോജനകരമല്ലോ. ആ വാക്യം ഒന്ന് ഒരാൾക്ക് ഉറക്കിയൊന്ന് വായിച്ച് നമുക്ക് ഈ ഭാഗത്ത് ചിന്തിച്ചു തുടങ്ങാം. റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അമ്മേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്താണ് ജലസ്നാനത്തെക്കുറിച്ചും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമുക്ക് തന്ന നമ്മളോട് ചെയ്യുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ട കൽപ്പനകളിൽ ഒന്നായ ജലസ്നാനത്തെക്കുറിച്ചും അപ്പസ്തോലൻ വിവരിക്കുന്നത്. റോമാലേഖനം 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം 21-ാം വാക്യം വരെയുള്ള ഭാഗത്ത് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായവർ
എന്താ അവിടെ വിവരിച്ചിരിക്കുന്നത്? നാം എല്ലാവരും പാപികളാണ്. ഹല്ലേലൂയ. We all are sinners. Now the righteousness is available. ദൈവത്തിൻ്റെ നീതി ലഭ്യമാണ്. അതാണ് 3:21 മുതൽ 5-ാം അധ്യായം 21 വരെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ നീതി നമ്മളോട് തൻ്റെ പുത്രനെ തകർത്ത് നമുക്ക് കാൽവരിയിൽ ഒരുക്കിയിരിക്കുന്ന ആ രക്ഷാകര പദ്ധതി, അതിലൂടെ നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്ന നീതിയെക്കുറിച്ച് അപ്പസ്തോലൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് 2 ഏകന്മാരെ കുറിച്ച് 5-ാം അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞു. ആദാം, യേശു കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ എന്നിട്ട് ലംഘനത്തിൻ്റെ കാര്യവും കൃപാദാനത്തിൻ്റെ കാര്യവും പറഞ്ഞു. ലംഘനം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വരുന്നു. കൃപാദാനം നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലഭിക്കുന്നതല്ല, നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ 2 സ്വയ തീരുമാനമാണ്. ഈ 2 കാര്യങ്ങളും അവിടെ അപ്പസ്തോലൻ പറഞ്ഞു. സ്വയ തീരുമാനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പിനാൽ നമ്മിൽ ഉണ്ടാകുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ തീരുമാനം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് അപ്പസ്തോലനോട് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു കൃപയും ഈ ഒരു രക്ഷയൊക്കെ ലഭിച്ചവർ പാടുന്നത് ഭാഗ്യനാൾ ഭാഗ്യനാൾ, അല്ലേ? യേശുവൻ പാപം തീർത്ത നാൾ. സന്തോഷത്തെ നമുക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നപ്പോഴാണ്, അല്ലേ? ഞാൻ അപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവനാ, എനിക്ക് അപ്രകാരം ഒരു തിരഞ്ഞെടുപ്പ്, ഒരു കോൾ എൻ്റെ മേലുള്ളവനാ. എൻ്റെ പാപം ദൈവം നീക്കി, എൻ്റെ പാപങ്ങളെ അവിടുന്ന് നീക്കി എന്നെ നീതിമാനാക്കി എന്നൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുന്നു. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ നമ്മുടെ ഉള്ളങ്ങളിൽ തരുന്നത്. ഈ ഒരു ബോധ്യത്തെയാണ് നമ്മൾ, ഈ ഒരു തിരിച്ചറിവിനെയാ നമ്മൾ ആ വീണ്ടും ജനനമെന്ന് പറയുന്നത്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈ മറ്റുള്ള സഭകളിലുള്ള നാമധേയ ചർച്ചുകളിലുള്ള ആൾക്കാർ സുവിശേഷം കേൾക്കാത്തത് കൊണ്ടോ, വചനം വായിക്കാത്തത് കൊണ്ടോ, പ്രസംഗങ്ങൾ കേൾക്കാത്തത് കൊണ്ടോ ആണോ? അവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ റോമാലേഖനം 6-ാം അധ്യായം എല്ലാ ദിവസവും പള്ളികളിൽ പോകുന്നവർ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ, ഇല്ലേ? എത്രയോ പ്രാവശ്യം വായിച്ചു വിട്ടിട്ടുണ്ടായിരിക്കുക. ഹല്ലേലൂയ. അത് വെറുതെ വായിച്ചെന്നോർത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടെന്നോ ഓർത്തിട്ടൊന്നും വീണ്ടും ജനനമോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചെങ്കിൽ മാത്രമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ. എൻ്റെ പ്രിയനെ, അപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പാൻ എന്നെയും നിങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും ദൈവം തീരുമാനിച്ചു. അതാ സത്യം. അതിനകത്ത് എൻ്റെ കഴിവോ, ഹല്ലേലൂയ, എൻ്റെ നേട്ടമോ എൻ്റെ മേന്മയോ ഒന്നും കൊണ്ടൊന്നുമല്ല. ദൈവം തീരുമാനിച്ചു, ദൈവം സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരവസ്ഥയാണ് ആ വീണ്ടും ജനനം. എന്നിട്ട് 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാമോ. അപ്പോൾ അങ്ങനെ ഒരു ബോധ്യം വന്ന ഒരു വ്യക്തിയാ എന്ത് ചെയ്യുന്നത്? സ്നാനപ്പെടുന്നത്. ഈ സ്നാനത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളതൊക്കെ ഒന്ന് വിശദമായിട്ട് ചിന്തിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. എന്തിനാ സ്നാനത്തിൽ നാം എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനാ സ്നാനം? ജലസ്നാനം, രക്ഷിക്കപ്പെട്ട വിശ്വാസ സ്നാനം എന്തിനാ? ഇവിടെ പറയുക, 3-ാം വാക്യം നോക്കിക്കേ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ. ഇതാ ശരിക്കും സ്നാനത്തിൻ്റെ വൈ വി ടേക്ക് വാട്ടർ ബാപ്റ്റിസം, ക്രിസ്തുവിനോട് ചേരുവാൻ. അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാനോ, അല്ലെങ്കിൽ എനിക്കൊരു വച്ചടി കയറ്റം ലഭിക്കുവാനോ, എൻ്റെ അസുഖം മാറുവാനോ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സഭയിലെ പാസ്റ്റർ എന്നെ നിരന്തരമായി ഫോഴ്സ് ചെയ്തിട്ടുണ്ട്, സ്നാനപ്പെടുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ചെന്ന സഭയിൽ എല്ലാവരും പറഞ്ഞു സ്നാനപ്പെടണം, സ്നാനപ്പെട്ടില്ല സ്വർഗത്തിൽ പോകത്തില്ല, അതുകൊണ്ട് സ്നാനപ്പെട്ടേക്കാം. സ്നാനപ്പെട്ടു. ഹല്ലേലൂയ.
ഇങ്ങനെയൊക്കെ സ്നാനപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ സ്നാനപ്പെട്ടതിനൊന്നും ദൈവവചനമോ ഇത് പ്രസംഗിക്കുന്നവരൊന്നും ഉത്തരവാദികളല്ല. ഹല്ലേലൂയ. പക്ഷെ ശരിക്കും ദൈവവചനം പഠിപ്പിക്കുന്നത് എന്തിനാ സ്നാനം? ഹല്ലേലൂയ. സ്നാനപ്പെട്ടത് ആദാമിനെ വിട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ. ഞാൻ പറഞ്ഞു രണ്ട് ഏകന്മാരെ വിട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പഴയ ആദാമിൻ്റെ കീഴെയായിരുന്നു ഞാൻ, ആദാമിൻ്റെ രാജ്യത്തിൻ്റെ കീഴെയായിരുന്നു. ആ രാജ്യത്തെ വിട്ട് ക്രിസ്തു രാജാവായിരിക്കുന്ന ആ ക്രിസ്തു തലയായിരിക്കുന്ന ആ സഭയോട്, ആ കർത്താവിനോട് കൂടെ ചേരുന്നതാ അല്ലെങ്കിൽ ചേരുകയാണ് സ്നാനത്തിലൂടെ. നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 21-22 വാക്യങ്ങളൊന്ന് വായിക്കാം. അല്പം കൂടെ അതൊന്ന് ഒരു ക്ലാരിറ്റി വരാനായിട്ട്. ഹലേ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 21-22. ഇവിടെ അപ്പോസ്തലൻ പറയുക, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. വി ആർ ഓൾറെഡി ഇൻ ക്രൈസ്റ്റ്. അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ ക്രിസ്തുവിലാ. ഹല്ലേലൂയ. ഞങ്ങൾ ക്രിസ്തുവിലായതുപോലെ വി വാണ്ട് നിങ്ങളും അതുപോലെ ക്രിസ്തുവിലാകണം. ക്രിസ്തുവിലായി സ്നാനപ്പെട്ട് നാം ക്രിസ്തുവിനോട് ചേരുന്നതാണല്ലോ പറഞ്ഞത്. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്നിട്ട് നമുക്ക് ദിനംതോറും നമുക്ക് ഒരു ആത്മീയ അഭിഷേകം ഉണ്ടാകണം, ആത്മാവിനാലുള്ള ഒരു നിറവ് ലഭിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയുക അപ്പോസ്തലൻ 22-ാം വാക്യത്തിൽ പറയുക, അഭിഷേകം ചെയ്തതും ദൈവമല്ലോ, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഇപ്രകാരം ഒരു സീലിംഗ്, ഒരു മുദ്രയിടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ ഒരു മുദ്രയുണ്ട്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ മുദ്രയിട്ടവരുടെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. നമുക്ക് ശരിക്കും സാത്താൻ്റെ മുദ്രയെക്കുറിച്ചുള്ള ഡൗട്ട് എന്താന്നുള്ള. കർത്താവിൻ്റെ മുദ്ര നമ്മുടെ മേൽ വീണിട്ടുണ്ടോ? മുദ്ര എന്താ കാണിക്കുന്നത്? സീൽ എന്താ കാണിക്കുന്നത്? സീല് കാണിക്കുന്നത് ഓണർഷിപ്പും പ്രൊട്ടക്ഷനും അല്ലേ? ഓണർഷിപ്പും പ്രൊട്ടക്ഷനും അല്ലേ? എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആചാരം എൻ്റെ മേൽ പകർന്നു, ദൈവം എൻ്റെ മേൽ മുദ്രയിട്ടു എന്ന് പറഞ്ഞാൽ I belong to God. മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനും നമുക്കുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളത് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം പ്രിയരെ. ദൈവം എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ വന്നു, എൻ്റെ ഭവൻ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളങ്ങളിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് ദൈവത്തെ എനിക്ക് രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറയാനായിട്ട് സാധിച്ചു. ദൈവം എൻ്റെ ഉള്ളിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായി. കാൽവരിയിൽ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. ഞാൻ ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മുദ്ര നമ്മുടെ മേൽ വരികയാണ്. നമുക്കൊരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയാണ്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും ദൈവത്തിൻ്റെ ഓണർഷിപ്പും നമ്മളെ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആരെങ്കിലും തിരക്കുന്നത്, എനിക്ക് സ്നാനപ്പെടണം. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ തരുമ്പോഴാണ് എനിക്ക് സ്നാനപ്പെടണം എന്നൊരാവശ്യം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടാവുന്നത്. അതതിൻ്റെ കൃത്യമായ പ്രോസസ്സ്, അതതിൻ്റെ ശരിയായിട്ടുള്ള പ്രോസസ്സ്. ആരുടെയും സമ്മർദ്ദത്താലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേടിപ്പിക്കലാലോ ഭയപ്പെടുത്തലാലോ ഒന്നുമല്ല സ്നാനം. എൻ്റെ ഉള്ളിൽ ഒരു വൻ ക്രിയ ദൈവം ചെയ്തു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളങ്ങളിൽ ആരാ തരുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതാ ഞാൻ പറഞ്ഞ നേരത്തെ, വചനം കേൾക്കാഞ്ഞിട്ടോ വചനം വായിക്കാഞ്ഞിട്ടോ പ്രസംഗങ്ങൾ കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല. എന്നിട്ടെന്തേ അവരാരും ആ ഒരു ബോധ്യത്തിലേക്ക് വന്നിട്ട് സ്നാനപ്പെടണമെന്ന് ആവശ്യപ്പെടാത്തത് എന്താ?
ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇതൊരു തെരഞ്ഞെടുപ്പാന്ന് പറയുന്നത് പ്രിയരെ. ഇതിനെ വളരെ അത് മനസ്സിലാക്കിയവരാ ഈ വിളിയെ വളരെ ശ്രേഷ്ഠമായിട്ട്, വളരെ മാണിക്യം പോലെ, മുത്തുപോലെ എല്ലാവരും കാത്ത് സൂക്ഷിക്കുന്നത്. ഇതിനു വേണ്ടി ആരും, ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ ആരും താല്പര്യപ്പെടാത്തത്. കാരണം ഇത് ഞാൻ ആഗ്രഹിച്ചാലോ ഞാൻ നനച്ചാലോ എനിക്ക് ലഭിക്കുന്ന ഒന്നല്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ജനനത്തിലേക്ക് നോക്കിക്കേ. കന്യക ഗർഭം ധരിച്ച്, എങ്ങനെയാ കന്യക ഗർഭം ധരിച്ച്? പരിശുദ്ധാത്മാവിനാൽ. ഇതേപോലെ ഒരു ജനനമാണ് നമുക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ പരിവർത്തിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ജനനം ഉണ്ടാവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സ്നാനപ്പെട്ട വ്യക്തി വീണ്ടും പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞു ജീവിക്കണം. ഹല്ലേലൂയ. ജലസ്നാനം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് സംഭവിക്കുന്നതെങ്കിൽ, ആത്മീയമായിട്ടുള്ളൊരു സ്നാനം, ആത്മീയമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ത്രൂ ഔട്ട് അവർ ലൈഫിലുണ്ടാവണം. നമ്മൾ അപ്പസ്തോല പ്രവർത്തികൾ എടുത്ത് നോക്കിക്കേ. 3-ാം അധ്യായത്തിലും 1-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ അവർ ആത്മാവിനാൽ നിറഞ്ഞു, ആത്മാവിനാൽ നിറഞ്ഞു, ആത്മാവിനാൽ നിറഞ്ഞു എന്ന് കാണുന്നുണ്ട്. അവർ ആത്മാവിനാൽ നിറഞ്ഞു പ്രസംഗിച്ചു, ആത്മാവിനാൽ നിറഞ്ഞു. അവരെ ദൈവത്തിൻ്റെ ദൂതന്മാർ എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ. ഒരു നിറവ് ത്രൂ ഔട്ട് അവർ ലൈഫിലുണ്ട്. ആത്മനിറവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പ്രിയ, നമ്മുടെ അൺടിൽ അവർ ഡെത്ത്. ഹല്ലേലൂയ. ശരിക്കും ജലസ്നാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? 4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. ജലസ്നാനം, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചൊരു വ്യക്തി ആണ് സ്നാനപ്പെടുന്നത്. അപ്രകാരം ആ വ്യക്തി ചെയ്യുന്ന ക്രിയ, പ്രവൃത്തിയാകുന്ന സ്നാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? 6-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. ഇവിടെ സ്നാനത്തിൽ നടക്കുന്നൊരു ഏകീഭാവമാണ്. ഐഡന്റിഫിക്കേഷൻ വിത്ത് ക്രൈസ്റ്റ്. കർത്താവുമായിട്ടുള്ള ഒരു ഏകീഭാവമാണ് സ്നാനത്തിൽ നടക്കുന്നത്. ഹല്ലേലൂയ. ഞാനും കർത്താവുമായിട്ട് ഏകീഭവിക്കുന്നു. മനസ്സുകൊണ്ടുള്ളൊരു ഏകീഭാവമുണ്ട്. അതെപ്പോഴാ? ഞാൻ മനസ്സുകൊണ്ട് എൻ്റെ ഉള്ളങ്ങളിൽ ഞാൻ തീരുമാനം എടുക്കുമ്പോൾ, ഞാൻ കർത്താവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് തീരുമാനിച്ചു കഴിയുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ടൊരു ഏകീഭാവമുണ്ട്. ഹൃദയം കൊണ്ടല്ലേ നമ്മൾ കർത്താവിനെ ചൂസ് ചെയ്യുന്നത്, മനസ്സുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യും. രണ്ടാമത് ഫിസിക്കലി, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ കർത്താവുമായിട്ട് ഏകീഭവിക്കണം. കർത്താവിൻ്റെ ജീവിതത്തിൽ എന്താ നടന്നത്? ക്രൂശിക്കപ്പെട്ട് അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു പ്രോസസ്സ് ഫിസിക്കലി നമ്മുടെ ജീവിതത്തിലും കടന്നു പോവുകയാണ്. എൻ്റെ പഴയ മനുഷ്യനോടുള്ള ബന്ധത്തിൽ, ആരോടുള്ള ബന്ധത്തിൽ? പഴയ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഞാനും ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെടുന്നു. ക്രിസ്തു ദൈവത്തിനായി ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചതുപോലെ നാമും ദൈവത്തിനായി, ക്രിസ്തുവിനായി ജീവിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ ഫിസിക്കലി കടന്നുപോകുന്ന ആ സ്നാനം എന്ന പ്രക്രിയയിലൂടെ ചെയ്യുന്നതും പ്രഖ്യാപിക്കുന്നതും. കർത്താവ് കടന്നുപോയി, എനിക്ക് പകരം കടന്നുപോയ ആ സാഹചര്യങ്ങളിലൂടെ ഈ സ്നാനം എന്ന ശുശ്രൂഷയിലൂടെ ഞാനും കടന്നു പോവുകയാണ്. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു,
അവൻ മരിച്ചു, വെള്ളത്തിൽ മുങ്ങി. ആ വെള്ളത്തിലേക്ക് നമ്മൾ മുങ്ങുമ്പോൾ ആ പഴയ വ്യക്തി മരിച്ചു, അവനെ അടക്കി. സ്നാനക്കുളത്തിൽ ജലത്തിൽ നമ്മൾ പൊങ്ങി വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിനായി ജീവിച്ച് പുതിയ ഒരു മനുഷ്യനായിട്ടാണ് ഞാനും. അതാ ശരിക്കും നമ്മൾ ഫിസിക്കലി ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആറാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. പാപ ശരീരത്തിന് നീക്കം വന്നു. ഹല്ലേലൂയ. പാപ ശരീരത്തിന് നീക്കം വന്നു. ഹല്ലേലൂയ. പാപ ശരീരത്തിന് നീക്കം വന്നെങ്കിൽ നമുക്ക് എന്താ ലഭിച്ചത്? അതിൻ്റെ 7-ാം വാക്യം നോക്കിക്കേ. ഹല്ലേലൂയ. പാപ ശരീരത്തിന് നീക്കം വന്നെങ്കിൽ ഏതിൽ നമുക്ക് പ്രമോചനം ലഭിച്ചിരിക്കുന്നത്? പാപത്തിൻ്റെ ആധിപത്യത്തിൽ നമുക്ക് മോചനം ലഭിച്ചിരിക്കുകയാണ്. നമ്മളിതാ പ്രഖ്യാപിക്കുന്നത് പ്രിയരെ. ഹല്ലേലൂയ. എൻ്റെ പഴയ ആ പ്രകൃതത്തെ ഞാൻ കൊന്നു, അതിനെ അടക്കി. ഹല്ലേലൂയ. ആ പഴയ പ്രകൃതം പാപത്തിൻ്റെ ആധിപത്യത്തിൽ, പാപത്തിൻ്റെ അടിമയായിരുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക്. അതിനെ അടക്കി, അതിനെ ഉപേക്ഷിച്ചു. മുൻപ് എനിക്ക് പ്രമാണമുണ്ടായിരുന്നത് ഇല്ലേ, എനിക്ക് ഈ പാപ ശരീരത്തോടായിരുന്നു. നമ്മൾ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ കല്യാണം കഴിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരിക അല്ലേ. ദൈവവചനം പഠിപ്പിക്കുന്നത് മരണം വേർപിരിക്കും വരെ എന്നാണ് നമ്മൾ പറയുന്നല്ലേ. മരണം വേർപിരിക്കുന്നത് വരെ ഈ ഉടമ്പടി ബന്ധത്തിൽ നമ്മളായിരിക്കും. മരണം വേർപിരിച്ചാൽ നമുക്ക് മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രിയരെ. ഞാൻ പണ്ട് വേറൊരു വ്യക്തിയുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലായിരുന്നു, ആദാം. അത് ഞാൻ ചൂസ് ചെയ്തതല്ല, എന്നിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും മകനായി ജനിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് എന്നോട് കൃപ തോന്നി, കരുണ തോന്നി. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളങ്ങളിൽ പരിവർത്തിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവം എന്നെ വിവാഹം ചെയ്യുവാൻ, തൻ്റെ പുത്രൻ്റെ മണവാട്ടിയാക്കുവാൻ തീരുമാനിച്ചുകൊണ്ട്, ഹല്ലേലൂയ, തൻ്റെ പുത്രൻ്റെ മണവാട്ടിയാക്കുവാൻ തീരുമാനിച്ചതുകൊണ്ട് എനിക്ക് ഈ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. അതിൻ്റെ ആ പ്രക്രിയയെ നമ്മൾ അങ്ങനെ ആ പഴയ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ വിട്ട് പുതിയ ഒരു മണവാളൻ്റേതായി തീർന്നു. ഈ പ്രക്രിയ നമ്മൾ അടക്കി വെള്ളത്തിൽ മുങ്ങി പൊങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ അതാണ് 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. 7-ാമത്തെ വാക്യം പറയുന്നത് എന്താ? അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ആ ശരീരത്തിന് നീക്കം വന്നതുകൊണ്ട് പാപത്തിൽ നിന്ന് മോചനം. 8-ാമത്തെ വാക്യം പറയുന്നത് എന്താ? ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്നും വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ഇനി ക്രിസ്തുവിനായിട്ടാണ്. അതാണ് അപ്പസ്തോലൻ ആ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് അറിയത്തില്ലയോ, ഡോണ്ട് യു നോ ഇല്ലേ, എങ്ങനെ പറയുന്നില്ലേ അവിടെ? ഹല്ലേലൂയ. നിങ്ങൾ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പാപസംബന്ധമായിട്ട് മരിച്ചവരാന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളിനി ക്രിസ്തുവിനായിട്ടാണ് ജീവിക്കുന്നതെന്ന് അറിയുന്നില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിൻ്റെ 3-ാം വാക്യത്തിലുണ്ട്,
6-ാം വാക്യത്തിലുണ്ട്, 9-ാം വാക്യത്തിലൊക്കെ അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, അറിയുന്നില്ലയോ എന്ന് നാം അറിയുന്നു. 6-ാം വാക്യത്തിൽ നോക്കി, ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. 9-ാം വാക്യം, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ജലസ്നാനത്തിൽ നമ്മൾ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട് എൻ്റെ പ്രിയരെ. ഒന്ന്, ഐ ആം ഡെഡ് ടു സിൻ. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചു പറയുക, ഐ ആം ഡെഡ് ടു സിൻ. ഞാൻ പാപസംബന്ധമായി മരിച്ചവനാ. ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനായിട്ടാണ്, ദൈവത്തിനായി ജീവിക്കണം. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, ഞാൻ ജീവിക്കുന്നു. നമ്മൾ ഇതുവരെ ജീവിച്ചത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു ഇത്രയും നാൾ. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒന്ന് വായിച്ചാലോ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. 2:19 വാക്യം. ന്യായപ്രമാണത്താൽ സംബന്ധമായി ഞാൻ മരിച്ചു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിനായി ജീവിക്കണം. ഹല്ലേലൂയ. ഇതുവരെ ഞാൻ ജീവിച്ചിരുന്ന എനിക്ക് വേണ്ടിയിട്ടും വേണ്ട മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നായിരിക്കാം. പക്ഷേ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം, ഞാൻ ഇനി ദൈവത്തിനായി ജീവിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, am I living to that extent? ഞാൻ ദൈവത്തിനായിട്ടാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ദൈവത്തിനായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളങ്ങളിൽ എപ്പോഴും ഒരു ദൈവിക സമാധാനം നമുക്കുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മേൽ മുദ്ര ഇട്ടിരിക്കുക. ഈ മുദ്ര ഓണർഷിപ്പിനെയും പ്രൊട്ടക്ഷനെയും സൂചിപ്പിക്കുന്നു. നാം തിരിച്ചറിയണം, നാം വീണ്ടും ജനിച്ച കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളാണ്. നാം ദൈവത്തിൻ്റെ മക്കളും പ്രിയ മക്കളുമാണ്. നമ്മളെ മേൽ ദൈവത്തിൻ്റെ ഒരു ഓണർഷിപ്പ് ഉണ്ട് പ്രിയരെ. സാത്താന് കാണാം, നമ്മുടെ അടുത്ത് നിൽക്കുന്നവൻ അപ്പുറത്ത് നിൽക്കുന്നവൻ ഇപ്പുറത്ത് നിൽക്കുന്നവനും കാണും. നമ്മുടെ അടുത്ത് നിൽക്കുന്ന അപ്പുറത്ത് നിൽക്കുന്നവൻ ഇപ്പുറത്ത് നിൽക്കുന്നവനും കാണും. നമ്മൾ അതുപോലെ ആ സമാധാനത്തിൽ ജീവിക്കുമ്പോൾ അവന് മനസ്സിലാവും ഇവൻ വ്യത്യസ്തനാണെന്ന്, ഇവൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളും കൂട്ടു സഹോദരങ്ങളും നമ്മുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മേലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് തോന്നിയിട്ടില്ലേ എത്രയോ സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടായിരുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി ജീവിക്കേണ്ടത് ദൈവത്തിനായിട്ട്. I was dead in sin, but now I am dead unto sin. ഞാൻ പാപത്തിൽ മരിച്ചവനായിരുന്നു എന്നും കർത്താവിൻ്റെ സന്ദർശനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വരെ. പക്ഷെ ഇപ്പോൾ ഞാൻ പാപസംബന്ധമായി മരിച്ചവനാ. ഞാനത് വ്യക്തമായിട്ട് നമ്മൾ ഒരു ക്ലാസ് മൊത്തം എടുത്ത് ചിന്തിച്ചതാ, എന്താണ് പാപസംബന്ധമായിട്ട്. എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു. ഹല്ലേലൂയ. എൻ്റെ പ്രാണനെ ഇന്ന് നിയന്ത്രിക്കുന്നത് എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവാകണം. ഹല്ലേലൂയ. പ്രലോഭനങ്ങളൊക്കെ വരാം. പ്രലോഭനങ്ങൾ വന്നാലും എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കണം. ഹല്ലേലൂയ. അതാണ് 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന് അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് നിങ്ങളെ തന്നെ എണ്ണുവിൻ. നമ്മളെ തന്നെ എണ്ണണം, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം, നമ്മളെ തന്നെ സമർപ്പിക്കണം. ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ആത്മാവിനായിട്ട്, എൻ്റെ പ്രിയരെ, നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, നമ്മുടെ ശരീരം ന്യൂട്രലാണ്. ഈ ശരീരത്തിന് ഈ പാപം എന്നുള്ളത് എപ്പോഴും ഒരു ടാസ്ക് മാസ്റ്ററെ പോലെ നിൽക്കുകയാണ്. അതിനെപ്പോഴും
ഞാനായിരിക്കണം എപ്പോഴും പ്രൊമിനൻ്റ് ആയിട്ട്, ഞാൻ തന്നെ ആയിരിക്കണം, അങ്ങനെയൊരു ചിന്താഗതി, അങ്ങനെയൊരു ആറ്റിറ്റ്യൂഡാണ് പാപത്തിന് എപ്പോഴും. അപ്പം നമ്മുടെ ശരീരം ന്യൂട്രലാണ്. അപ്പം നമ്മൾ എന്തിനും നമ്മുടെ ശരീരത്തെ ഏൽപ്പിക്കുന്നോ അത് നമ്മിൽ നിന്ന് പുറത്തു വരും. ഇവിടെ ഒരു ഓർഗൻ കൊണ്ട് വെച്ചാൽ ഞാൻ വായിച്ചാൽ അതിനകത്ത് നിന്ന് അപശബ്ദം വരും. പക്ഷെ അത് അറിയാവുന്ന ഒരു വ്യക്തി വായിച്ചാൽ അതിനകത്ത് നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ട് വരും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം ഒരു ന്യൂട്രൽ ആയിട്ടുള്ളതാണ്. നമ്മൾ എന്തിനേൽപ്പിച്ചു കൊടുക്കുന്നു. എനിക്ക് ഈ ബോധ്യമുണ്ട്, ഐ ആം ഡെഡ് അൺടു സിൻ, ഞാൻ പാപസംബന്ധമായി മരിച്ചവനാ, ഞാൻ ഇനി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനാണെന്നുള്ള ബോധ്യം, ഒരറിവും നമ്മുടെ ഉള്ളങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തെ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളുടെ മുൻപിൽ ആ പ്രലോഭനങ്ങളിൽ വീഴുന്നുണ്ടെങ്കിൽ, അയ്യോ ബ്രദറെ ഞാൻ വീണുപോയി, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ വീണു പോകാറുണ്ടോ? നിങ്ങൾ സിൻസിയറായിട്ട് ചിന്തിച്ചാൽ അങ്ങനെ വീണു പോകും. കടയിൽ പെട്ടിയിലിരുന്ന സിഗരറ്റ് ചാടി പറന്നു വന്ന് എൻ്റെ ചുണ്ടലങ്ങ് ഇരുന്ന് ബ്രദറെ, അത് തന്നെ അങ്ങ് കത്തി, ആ സിഗരറ്റ് എൻ്റെ ലങ്സിനെ ഞെക്കി അതിന് പുക അങ്ങ് വലിച്ചെടുത്ത് പുറത്തോട്ട് വിട്ടു. അങ്ങനെ സംഭവിക്കൂ? നമ്മൾ ഇത് ഉപയോഗിക്കാത്തവരാകാത്തതുകൊണ്ട് ആ ഉദാഹരണം പറഞ്ഞ് നമ്മുടെ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഉള്ളങ്ങളിൽ പാപസ്വഭാവം, ഭയം, അസമാധാനം, വൈരാഗ്യം, വിദ്വേഷം, അസൂയ, നമുക്കങ്ങനെ അങ്ങ് പറ്റിപ്പോയി ബ്രദറെ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടെ വിൽ പവർ വെച്ച്, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തീരുമാനിച്ച് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അല്ലെന്ന് പറ, തീർച്ചയായിട്ടും നമ്മൾ സ്വയം തീരുമാനിച്ചെടുത്ത് ചെയ്യുന്ന തെറ്റുകളാണ്, പാപങ്ങളാണ്. അല്ലാണ്ട് അങ്ങ് പെട്ടുപോയി. അങ്ങനെയുണ്ടോ? ഞാൻ തമാശ അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുമോ? പാട്ടൊക്കെ പാടിയാണ്. പക്ഷെ ജീവിതത്തിൽ പാപത്തിൻ്റെ മുഖത്ത് നമ്മൾ സ്നേഹിച്ച് അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, നമുക്കത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വി ആർ ഡെഡ് അൺടു സിൻ. നമ്മൾ സ്നാനത്തിൽ നമുക്ക് എന്താ സംഭവിച്ചത്? നമ്മൾ ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. ഇവിടെ പഴയ മനുഷ്യൻ മരിച്ചിട്ടുണ്ടോ? പഴയ മനുഷ്യൻ നമ്മൾ ശരിക്കും ഇപ്പോൾ നമ്മുടെ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കല്യാണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചോദിക്കുന്ന പ്രശ്നമുണ്ട്, നിങ്ങൾ ആ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കഴിച്ചോണോ ആ കല്യാണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പാപമെന്ന ആ പഴയ ഭർത്താവ് മരിച്ചിട്ടില്ല, അവനിപ്പോഴും ജീവിച്ചിരിക്കുക. പക്ഷെ ആരാ മരിച്ചേ? ഞാനാ മരിച്ചേ. ഭർത്താവ് ഇപ്പോഴും ഉണ്ട് അവിടെ. ഞാൻ മരിച്ചു. ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ ഉടമ്പടിയിൽ നിന്ന് വിമുക്തനായി, സ്വതന്ത്രനായി. ഇവിടെ ഭർത്താവാകുന്ന പഴയ ടാസ്ക് മാസ്റ്റർ ആവുന്ന ആ പഴയ ജഡം, അവൻ ആ പാപം അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ മരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒരു പുതിയ മനുഷ്യനായി ഉയർപ്പിച്ചു. അതായത് ഞാൻ പുതിയ മനുഷ്യനായി പുതുക്കത്ത് ജീവിക്കും. ഇനി എനിക്ക് കാര്യമുള്ളത് പഴയവനോടല്ല. എനിക്കിനി കാര്യമുള്ളത് ഞാൻ കല്യാണം അല്ലെങ്കിൽ വിവാഹം ചെയ്തിരിക്കുന്ന ക്രിസ്തു എന്ന മണവാളൻ, ആ മണവാളനോടാ എനിക്കിനി കാര്യമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊലോസി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഈ 4, 5, 6-ാം അധ്യായം 4, 5 വാക്യങ്ങളോട് ചേർന്ന് പോകുന്ന, റോമാലേഖനം 6-ാം അധ്യായം 4, 5 ചേർന്ന് പോകുന്ന കൊലോസി ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ.
ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട് അപ്പോസ്തലൻ, നിങ്ങൾ മരിപ്പിക്കണമല്ല, അങ്ങനെ പറയുന്നില്ലേ? ഹല്ലേലൂയ. അതിൻ്റെ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ദിനംതോറും നമുക്കൊരു മരിപ്പിക്കലിൻ്റെ, ഈ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ അറിയോ? ഐ വിൽ നോട്ട് അലൗ യു ടു റൂൾ മൈ ലൈഫ്. പാപത്തെ നമ്മൾ സമ്മതിക്കത്തില്ല. നിനക്കിനി എൻ്റെ മേൽ ഒരു അവകാശവുമില്ല, സമ്മതിക്കത്തില്ല. നമ്മൾ അങ്ങനെ തീരുമാനിക്കണം എൻ്റെ പ്രിയരെ. നമ്മുടെ ഉള്ളങ്ങളിൽ ബോധ്യം ദൈവത്തിൻ്റെ ആത്മാവ് തരും. ഒരു പ്രാവശ്യം ജയിക്കാമോ? നമുക്ക് തുടർന്ന് വീണ്ടും ജയിക്കാൻ പറ്റും. ഈ ഒരു ആദ്യത്തെ ഒരു ശ്രമം നമുക്ക് നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഉണ്ടായേ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലാസറിനോട് ചോദിച്ചാ, ലാസർ മരിച്ചിട്ട് ജയിച്ച് ഉയർത്തു വന്ന ഒരു വ്യക്തിയാണല്ലോ ലാസർ. ലാസറിനോട് ചോദിച്ചാൽ, ലാസറെ നീ മരിച്ചോണ്ടിരിക്കുവാണോ ജീവിച്ചോണ്ടിരിക്കുകയാണോ? ലാസർ മരിച്ചെങ്കിൽ മരിച്ചെന്ന് പറയും, ജീവിച്ചെങ്കിൽ ജീവിച്ചെന്ന് പറയും. അല്ലാതെ ബ്രദറെ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി ഞാൻ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടോണ്ടിരിക്കുക, അങ്ങനെയൊരു സ്റ്റേറ്റസ് ഇല്ല, അങ്ങനെയൊന്നില്ല. ഒന്നുകിൽ മരിച്ചു അല്ലെങ്കിൽ ജീവിക്കുന്നു. പാപസംബന്ധമായി നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടോണ്ടിരിക്കുക, ഓരോന്നോരോന്നായിട്ട് വിട്ടോണ്ടിരിക്കുക, അങ്ങനെയല്ല. അങ്ങനെയൊരു സ്റ്റേറ്റ്, ഒരു മിഡിൽ സ്റ്റേറ്റ് ഇല്ല. ലാസറിനോട് ചോദിച്ചാൽ, ലാസറെ നിനക്ക് ഇനി കല്ലറയിൽ ജീവിക്കണോ ജീവനിൽ ജീവിക്കണോ? കല്ലറയിൽ ജീവിച്ച ലാസറിനെ ഞാൻ കാരണം മുഖമൊക്കെ വെട്ടി, താടിയൊക്കെ കെട്ടി, മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് മൊത്തം ചുറ്റി ഗ്രേവ് ക്ലോത്ത്സുമായിട്ട് കവർ ചെയ്ത ലാസറിനെ കൊണ്ടുപോയത്. പക്ഷെ ഇപ്പോൾ കൃപയുടെ വസ്ത്രത്താൽ പൊതിഞ്ഞിരിക്കുക ലാസർ. വിച്ച് ക്ലോത്ത്സ് ഡു യു പ്രിഫർ? നമ്മൾ എന്ത് ക്ലോത്ത്സ് ആഗ്രഹിക്കുന്നത്? ആ ഗ്രേവ് ക്ലോത്ത്സ് ആണോ, ദ ക്ലോത്ത്സ് ഓഫ് ഗ്രേസ് ആണോ, ദൈവത്തിൻ്റെ കൃപയുടെ വസ്ത്രമാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ പഴയ വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് പ്രമാണമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, നമ്മൾ പാപസംബന്ധമായി മരിച്ചു. ഐ വിൽ നെവർ സെർവ് സിൻ. അതാ 6-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുന്നത്. ഐ വിൽ നെവർ, ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരം നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നുവെച്ചാൽ പാപത്തെ സേവിക്കയില്ല എൻ്റെ പ്രിയരെ. ഞാനിനി രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ തെറ്റുകൾ, വീഴ്ചകളും, ലംഘനങ്ങളും, പാപങ്ങളും വരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ അടിമയായിട്ട് അതിനെ സേവിക്കത്തില്ല. കാരണം നമുക്ക് ഇനി നമ്മൾ പാപത്തിനല്ല കൃപയ്ക്കാണ് ഇനി ദാസന്മാർ. പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ പാപത്തിന് ദാസനായിരുന്നു. കാരണം ഞാൻ വേറൊരാൾക്ക് വിവാഹം കഴിച്ചവനായിരുന്നു, അവൻ്റെ ദാസനായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഞാൻ എൻ്റെ സ്നാനത്തിൽ അല്ലെങ്കിൽ എൻ്റെ രക്ഷയിൽ ഞാൻ ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് മരിച്ച് എനിക്ക് പുതുജീവൻ തന്ന വേറൊരു ഭർത്താവുമായിട്ട് ഞാൻ ചേർന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, നമ്മളിന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഇതിനകത്തൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മൾ തീരുമാനിക്കണം. നമുക്ക് ദൈവം വിൽ പവറോട് കൂടിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും ശക്തിയും നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? ഭാര്യയുടെ ശരീരത്തിന്മേൽ ആർക്കാണ് അധികാരം? ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ആർക്കാണ് അധികാരം? അങ്ങനെയെങ്കിൽ നമ്മൾ ക്രിസ്തു എന്ന മണവാളനോട് കല്യാണം കഴിച്ചിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മേലുള്ള അധികാരം ആർക്കാ? കർത്താവിനാണ്. കർത്താവിനാണ് അധികാരം. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. കാരണം കർത്താവിനാണ് എൻ്റെ മേൽ അധികാരം. കർത്താവിൻ്റെ ഒരു സീൽ എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ഒരു
ഓണർഷിപ്പ് എൻ്റെ മേലുണ്ട്, കർത്താവിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട് എൻ്റെ മേൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ ബിലോങ്ങിങ്നെസ് വേണം. നമുക്ക് ആ ഒരു ഉള്ളങ്ങളിൽ ആ ഒരു ബോധ്യം വേണം, ഞാൻ കർത്താവിൻ്റെയാന്നുള്ളത്. കർത്താവാണ് എൻ്റെ മണവാളൻ. ഐ ബിലോങ് ടു ഹിം. ഐ ബിലോങ് ടു ഹിം. ഇനി പഴയ ഞാൻ ഉപേക്ഷിച്ച് പോകുന്നവൻ്റെ പുറകെ പോകാൻ പറ്റില്ല. കാരണം കർത്താവാണ് എൻ്റെ മണവാളൻ. നമുക്ക് ബിലോങ്ങിങ്നെസ് എന്താ ഉള്ളതെന്നറിയോ? ഐ ബിലോങ് ടു ദിസ് ചർച്ച്, ഐ ബിലോങ് ടു ദാറ്റ് പാസ്റ്റർ, ഐ ബിലോങ് ടു ദിസ് പാസ്റ്റർ. നമുക്ക് വേണ്ട ബിലോങ്ങിങ്സ് എന്താ അറിയോ? ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ ആ ശരീരം നിർവീര്യമാക്കപ്പെട്ടിട്ടേ ഉള്ളൂ, അത് മാറ്റപ്പെട്ടിട്ടില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? പഴയ ശരീരം അത് നിർവീര്യമാക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ആ പഴയ ഭർത്താവ്, അവൻ്റെ ആഗ്രഹം നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങോട്ടൊന്ന് ചിരിച്ചു ചെല്ലണമെന്നാണ്. അപ്പം നമ്മളെ അതിനുവേണ്ടി പ്രലോഭനമൊക്കെ ചെയ്യും. മനസ്സിലായോ? എങ്ങനെയെങ്കിലും നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ ചെല്ലണം. അതിന് നമ്മളെ പ്രലോഭനം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പഴയ ശരീരം അല്ലെങ്കിൽ പഴയ ആ വിട്ടുപോകുന്ന ആ പാപത്തിൻ്റെ സ്വഭാവമെന്ന ഇത് നമ്മുടെ ഉള്ളങ്ങളിൽ ഇപ്പോഴും അത് മാറ്റപ്പെട്ടിട്ടില്ല, അത് നിർവീര്യമാക്കപ്പെട്ടിട്ടേ ഉള്ളൂ. നമുക്കതിനെ ജയിപ്പാൻ ദൈവം ശക്തിയും തന്നിട്ടുണ്ട്. അതിനെ ജയിച്ച് ആ നിലയിൽ ഒരു ജയ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് നമ്മൾ തീരുമാനിക്കണം. പ്രിയരെ, ഞാനാ തീരുമാനിക്കേണ്ടത്. നമ്മൾ തീരുമാനിക്കാതെ സാഹചര്യത്തെയോ നമ്മുടെ ജനസിനെയോ നമ്മുടെ സഹോദരങ്ങളെയോ ഒന്നും പഴിച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. നമ്മൾ തീരുമാനിക്കണം. നമുക്ക് ആ നിലയിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. കർത്താവിൻ്റെ മുദ്ര എൻ്റെ മേൽ വീണിരിക്കുന്നതാണ്. അന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ മുദ്ര ലഭിച്ചവർ കർത്താവിനെ സ്തുതിക്കുന്ന കൂട്ടത്തിൽ എനിക്കും സ്തുതിക്കണം കർത്താവിനെ. ഹല്ലേലൂയ. അല്ലാതെ മറ്റേ സാത്താൻ്റെ മുദ്ര ലഭിച്ചവരുടെ കൂട്ടത്തിലല്ല കർത്താവേ. ഹല്ലേലൂയ. എനിക്കും കർത്താവിനെ ആ നിലയിൽ അവിടെ വിവരിക്കുന്നുണ്ട്. ആ മുദ്ര ലഭിച്ചവരുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഞാനും വരണം കർത്താവേ. എൻ്റെ ആഗ്രഹം അതിനാ. ഹല്ലേലൂയ. അതിന് കർത്താവേ, എനിക്ക് വിടേണ്ടതിനൊക്കെ വിടുവാനും പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിനോട് കൂടെ ചേരുവാനും അതിനുള്ള തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു ശക്തി എനിക്ക് തരണമേ കർത്താവേ. അതിനായിട്ട് കർത്താവിനോട് നമ്മൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇനിയും എനിക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു പാപ സ്വഭാവം എൻ്റെ ഉള്ളങ്ങളിൽ ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്ക് അതിന്മേൽ ജയിപ്പാനായിട്ടുള്ള അധിക കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹത്തെ അറിയുന്ന നല്ല മണവാളനാവും നമ്മുടെ കർത്താവ്. തീർച്ചയായിട്ടും നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മളെപ്രകാരം പ്രാർത്ഥിച്ച് തീരുമാനിക്കാത്തതാ. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.